ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ ദ മച്ച് അവൈറ്റഡ് പടത്തിൻ്റെ മച്ച് അവൈറ്റഡ് ട്രെയിലർ വന്നിരിക്കുകയാണ്. AR മുരുകദോസ് എന്നാണ് സിനിമയുടെ പേര്. അജയൻ്റെ രണ്ടാം മോഷണം എന്നാണ് സിനിമയുടെ പേര്. എന്താണെങ്കിലും ഒഫീഷ്യൽ ട്രെയിലർ വന്നിരിക്കുകയാണ്. ടൊവിനോ തോമസ് ആണ് 3 റോളിലെന്നാണ് ഞാൻ കേട്ടത്. ഇനിയിപ്പോൾ 4 റോളുണ്ടോയെന്ന് എനിക്കറിയില്ല. കീർത്തി ഷെട്ടി, ജിതിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഓൾറെഡി 1.6 മില്യൺ വ്യൂസ് ആയിരിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ് ഇത് 6 മണിക്ക് ആദ്യം വരുമെന്ന് പറഞ്ഞ് അത് വന്നില്ല, 8 മണിക്കെന്ന് പറഞ്ഞ് അതും വന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ കിടന്നുറങ്ങി. എന്താണെങ്കിലും രാവിലെ ഫ്രഷ് ആയിട്ട് എണീച്ചിട്ട് നമ്മൾ ട്രെയിലർ റെക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് ബിഗിൻ. ആകാശത്ത് നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല് വേഗത്തിൽ മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് വന്നു വീണു. ജസ്റ്റിൻ സ്റ്റീഫൻസ് പ്രസൻസ് സ്ലേവറി, പഴയകാല കേരളമാണല്ലോ. ഓ ടൊവിനോ, നമ്മളെ തറവാട്ടിലെ കാരണരെ കുറിച്ച് മലപ്രവർത്തി നാട് പറ്റും കട്ടുമുറിച്ച് നടക്കുന്നതിനെ കൂടി തലയുറച്ച് നടക്കാൻ പറ്റാണ്ടായി. 4 ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും, കൊന്നിട്ടായാലും മടിയില്ല. ഇന്നോടെ വെക്കണം വണ്ടി പണിയെടുക്കും. ടൊവിനോ ആസ് മണിയൻ, അജയൻ, കുഞ്ഞിക്കേലു 3 റോള്. ഞാൻ പറഞ്ഞ 3 റോളാണെന്ന്. ഹലോ, ഇത് പ്രസന്റ് ടൈം ആടെ. സ്വർണത്തിനേക്കാളും എന്തൊരു വിഷ്വൽസ് അടേ. എന്റെ ആകാശവും മണ്ണുമെല്ലാം നീയാണ്. ബേസിൽ ജോസഫ്. ഇന്ന് കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാ ഫലം. മറ്റന്നാൾ ഓർക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കളവാണ്. കിടിലം വിഷ്വൽസ് കേട്ടോ. നല്ല കാശ് ചെലവാക്കിയിട്ടുണ്ട് ഈ പടത്തിന്. എനിക്ക് തോന്നുന്നു ഈ കള്ളനായിട്ടുള്ള ടൊവിനോയുടെ മോനായിരിക്കും പ്രസന്റിലുള്ള ടൊവിനോ. ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് എന്റെ ചോരന്റെ കൊള കൊണ്ടാണ്. ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ എന്ന് പറയുമ്പോ അച്ഛൻ്റെ അച്ഛൻ. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജയൻ പോയിട്ടുള്ളൂ. മണിയെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ല ഈ ചെയ്യാതിക്കാവില്ല. ഇതൊക്കെ ആരുടെ ഇത്? ആരാ നടിയാണത്? ഷമീർ മുഹമ്മദ് എഡിറ്റർ. ഇനി മെയിനായിട്ട് അറിയേണ്ടത് ഇതിൻ്റെ VFX ആര് ചെയ്തെന്നാണ്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ജോമോൻ ടി ജോൺ. ചുമ്മാ എല്ലാ വിഷ്വൽസ് ഒക്കെ ഒന്നുമില്ല, ജില്ലായിട്ടിരിക്കണം. ഓ നൈസ്, ഐ ലൈക്ക് ദാറ്റ്. അവസാനത്തെ ബിറ്റ് കൊള്ളാല്ലേ. കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം വന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല. അതുപോലെ നമുക്ക് ടെക്നീഷ്യൻസ്മാരെ എന്നൊന്ന്. ഓക്കെ, ഡയറക്റ്റഡ് ബൈ ജിതിൻ ലാൽ, റിട്ടൺ ബൈ സുജിത് നമ്പ്യാർ, പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ, ഡോക്ടർ സക്കറിയ തോമസ്, പിന്നെ ദിബു നിനാൻ തോമസ് ആണ് മ്യൂസിക്. ഇനിയിപ്പോൾ നല്ല ഫേമസ് ആളും ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ജോമോൻ ടി ജോൺ, എഡിറ്റർ ഷമീർ മുഹമ്മദ്. ചുമ്മാ അല്ല. എൻവിഷൻ VFX വിഷ്വൽ ബേർഡ് സ്റ്റുഡിയോ, മൈൻസിൻ സ്റ്റുഡിയോ. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഇവിടെ VFX എന്ന് പേര് എഴുതിയിരിക്കുന്നത് എൻവിഷൻ VFX എന്ന് പറഞ്ഞവരാണ്. എന്തായാലും നൈസ്, ദിസ് മൂവി ലുക്സ് നൈസ്, ദിസ് മൂവീസ് വിഷ്വൽസ് ലുക്സ് നൈസ്. ഫൈറ്റ് 3D ഫോർമാറ്റിലാണ്, പക്ക 3D ഫോർമാറ്റിലാണ് എടുത്തേക്കണമെന്നാണ് ഞാൻ കേട്ടത്. സോ ഓണം മിക്കവാറും അണ്ണന്മാർ തൂക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇനി ഇറങ്ങണത് നമ്മുടെ കൊണ്ടലും ഇതുമാണ് ക്ലാഷ്. വേറെ പടമൊന്നുമില്ലേടേ നമുക്ക്. ലെലട്ടൻ പടങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ സിനാറിയോ ഒരിക്കലും ഇതുപോലെ കഷ്ടപ്പെട്ട് സിനിമ എടുത്തവരെയൊന്നും പടത്തിനെ അഫക്റ്റ് ചെയ്തത് എൻ്റെ ഒരു ചെറിയ ഒരു അപേക്ഷയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം.
ഈ വർക്കൊക്കെ നിങ്ങളൊന്ന് കണ്ടു, എന്തൊരു ട്രെയിലർ കണ്ടിട്ട് തന്നെ കണ്ണ് കള്ളിയിരിക്കണം. ആ ഒരു പഴയ കാലഘട്ടമാണെങ്കിലും ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും VFX ആണെങ്കിലും പുള്ളി ഈ ജിതിൻ ലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ അത്രയ്ക്കും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പടമാണ്. വെറുതെ ബോയ് കോട്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്നും തൊലയ്ക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഏതൊക്കെയോ 2 ക്രിമികൾ ചെയ്തതിന് ഇത് എൻറ്റയർ ഫിലിം ഇൻഡസ്ട്രിയെ തകർക്കരുത് ഗൈസ്. അതുകൊണ്ട് ഇത് മറ്റേ ഇനിയിപ്പം ഇങ്ങനെ നടക്കുകയാണ്, അതുകൊണ്ട് നമ്മളൊരു പടങ്ങൾ അങ്ങനത്തെ പരിപാടിയൊന്നും എടുക്കരുത്. അത് എൻ്റെ ഒരു ഇതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് തരുക ചെയ്യും, പക്ഷേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ആൻഡ് ലുക്സ് വെരി പ്രോമിസിങ്. ട്രെയിലർ പൊളിയായിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ മൂവി. ഡേറ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓണത്തിൻ്റെ അന്ന് തന്നെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ആപ്പിൾ ഇറങ്ങുന്നതിൻ്റെ കൂടെ ഇതും ഇറങ്ങുമായിരിക്കും. യെസ്, അടുത്ത മാസം പുതിയ ആപ്പിൾ സീരീസ് ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ ബൈ ദ വേ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്. കമോൺ ഗൈസ്, only 2000 or 2500 സബ്സ്ക്രൈബേഴ്സ് മോർ ഫോർ 1 million. നിങ്ങൾ എന്താണ് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്? ചെയ്യടേ, ചെയ്. ഓ ശരി, എന്നാൽ ബൈ.